പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഓരോ ദിവസവും കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇറാൻ എടുത്ത പുതിയ നീക്കം ലോക രാഷ്ട്രീയത്തെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കും പേർഷ്യൻ ഗൾഫും കേന്ദ്രീകരിച്ച് പ്രത്യേക അധികാര സംവിധാനമായ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി രൂപീകരിക്കാൻ ഇറാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇറാൻ മുന്നോട്ട് വന്നതോടെ ഇത് വെറും ഭരണപരമായ തീരുമാനം മാത്രമല്ല, ലോക എണ്ണ രാഷ്ട്രീയത്തെയും സമുദ്ര സുരക്ഷയെയും നേരിട്ട് ബാധിക്കാവുന്ന വലിയ തന്ത്രപരമായ നീക്കമാണെന്ന വിലയിരുത്തലുകളാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പുതിയ സംവിധാനം ഉണ്ടാക്കിയതായി ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി തിങ്കളാഴ്ചയാണ് അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കിലെ നടപടികളെയും പുതിയ സംഭവ വികാസങ്ങളെയും കുറിച്ച് PGSA സമയാസമയം വിവരം നൽകുമെന്ന് സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് അറിയിച്ചത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ നാവിക വിഭാഗവും ഇതേ കാര്യം എക്സിലൂടെ പുറത്തുവിട്ടു. എന്നാൽ PGSA എന്താണ് ചെയ്യുക എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിനുമേൽ പരമാധികാരം പ്രയോഗിക്കുന്നതിനായി ഇറാൻ ഒരു സംവിധാനം ഉണ്ടാക്കുന്നതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. US-ഉം ഇസ്രയേലും ചേർന്ന് ഫെബ്രുവരി 28-ന് ആക്രമിച്ചതിനു പിന്നാലെയാണ് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയത്. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രാബല്യത്തിലായി എങ്കിലും ഹോർമൂസിലെ സംഘർഷത്തിന് അയവില്ല. ഇതുവഴി ഇറാന്റെ തുറമുഖത്തേക്ക് പോക്കുവരവ് നടത്തുന്ന കപ്പലുകളെ US നാവികസേനയും തടയുന്നുണ്ട്. ലോകത്തെ ഇന്ധന ഗതാഗതത്തിന്റെ 1/5 നടന്നിരുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇത് അടച്ചത് ആഗോളതലത്തിൽ ഇന്ധന വിലക്കയറ്റത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ഇറാന്റെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയിരുന്നു. പ്രൊജക്ട് ഫ്രീഡം പോലുള്ള പദ്ധതികളിലൂടെ അമേരിക്ക വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചതും ഇറാനെ ശക്തമായി പ്രകോപിപ്പിച്ചിരുന്നു. അതിനുള്ള മറുപടിയായിട്ടാണ് ഇപ്പോൾ ടെഹ്റാൻ പുതിയ സമുദ്രാധികാര സംവിധാനം രൂപീകരിക്കുന്നതെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. അതായത് ഇത് വെറും ഒരു അതോറിറ്റി രൂപീകരണം മാത്രമല്ല, അമേരിക്കയ്ക്ക് നേരെയുള്ള തുറന്ന വെല്ലുവിളിയാണ് എന്ന് സാരം. ഇറാൻ ഇപ്പോൾ പറയുന്ന പ്രധാന മുന്നറിയിപ്പ് പേർഷ്യൻ ഗൾഫിന്റെയും ഹോർമൂസ് കടലിടുക്കിന്റെയും ഭാവി തീരുമാനിക്കുന്നത് അമേരിക്കയല്ല, ഇറാനാണ് എന്നതാണ്. ഇതിന്റെ പിന്നിൽ വലിയ സൈനിക തന്ത്രവും ഒളിഞ്ഞിരിക്കുന്നു. പുതിയ അതോറിറ്റി രൂപീകരണത്തിലൂടെ നാവിക നിരീക്ഷണവും ഡ്രോൺ നിരീക്ഷണവും കടൽ ഗതാഗത നിയന്ത്രണവും കൂടുതൽ ശക്തമാക്കാൻ ഇറാൻ ശ്രമിക്കുമെന്നാണ് വിലയിരുത്തൽ. റവല്യൂഷണറി ഗാർഡ് നാവിക വിഭാഗത്തിന് കൂടുതൽ അധികാരവും നേരിട്ടുള്ള നിയന്ത്രണവും നൽകാനുള്ള സാധ്യതയും ഇതോടെ ഉയരുന്നുണ്ട്. അതേസമയം ഈ നീക്കത്തിന് വലിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഹോർമൂസ് കടലിടുക്കിൽ അനിശ്ചിതത്വം വർദ്ധിച്ചാൽ ലോക എണ്ണവില വീണ്ടും കുതിച്ചുയരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾ അതിന്റെ ആഘാതം നേരിട്ട് അനുഭവിക്കേണ്ടി വരും. ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. കാരണം ഇറാനിയ മേഖലയിൽ നിയന്ത്രണം ശക്തമാക്കാൻ തുടങ്ങുകയാണെങ്കിൽ UAE, സൗദി അറേബ്യ, കുവൈറ്റ് പോലുള്ള രാജ്യങ്ങളുടെ സമുദ്ര സുരക്ഷയും നേരിട്ട് ബാധിക്കപ്പെടും. ഇവിടെ മറ്റൊരു നിർണായക രാഷ്ട്രീയ വശം കൂടിയുണ്ട്. ഇറാൻ ഇപ്പോൾ ഒറ്റപ്പെട്ട രാജ്യമല്ല. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ശക്തികളുമായി ടെഹ്റാൻ കൂടുതൽ സൗഹൃദത്തിൽ പോകുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ചൈനയുടെ എണ്ണ വ്യാപാരത്തിന് ഹോർമൂസ് കടലിടുക്ക് അതീവ നിർണായകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പുതിയ അധികാര സംവിധാനത്തിന് പിന്നിൽ പരോക്ഷമായി ചൈന, റഷ്യ പിന്തുണയുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അമേരിക്കയുടെ നിലപാടും ഇപ്പോൾ നിർണായകമാണ്. ഇറാന്റെ ഈ നീക്കത്തെ US വെറും ഭരണപരമായ നടപടിയായി കാണാൻ സാധ്യതയില്ല. മറിച്ച് സമുദ്രാധിപത്യം പിടിച്ചെടുക്കാനുള്ള ശ്രമം എന്ന രീതിയിൽ അവതരിപ്പിച്ച് കൂടുതൽ സൈനിക സമ്മർദ്ദം ശക്തമാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതായത് ഈ പുതിയ അതോറിറ്റി ഭാവിയിൽ അമേരിക്ക ഇറാൻ നാവിക ഏറ്റുമുട്ടലുകൾക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ലോകത്ത് ശക്തമാവുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധരാഷ്ട്രീയം മറ്റൊരു അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കരയിലെയും ആകാശത്തെയും യുദ്ധം ഇനി കടലിലെയും വ്യാപിക്കാനുള്ള സാധ്യതയാണ് ഉയരുന്നത്.